നമ്മൾ ഒരു കൊച്ചു വ്ളോഗാണ് കാണാൻ പോകുന്നത്. ചിക്കു ഒരാഴ്ചത്തെ ലീവിന് ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട്, എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അട ഉണ്ടാക്കുകയാണ് കേട്ടോ. അട കഴിക്കാൻ ഒരു ആഗ്രഹം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ പത്തിരിപ്പൊടി പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കുഴച്ചെടുക്കില്ലേ, നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുഴച്ചെടുത്തതാണ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തതാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് വേവിച്ച് എടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വേണം തോന്നുന്നുണ്ട് ശർക്കര, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് ജാഗറി. ഇപ്പോൾ ഇവിടെ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ശർക്കരയുടെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഇല്ല ഇതിന്, പക്ഷേ പ്യൂരിഫൈഡ് ആണ്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറുക്കിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ ഇനി അട ഉണ്ടാക്കി വെക്കട്ടെ. തേങ്ങ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അട വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ മധുരം അധികം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇടിയപ്പം കൂടി അങ്ങ് ആക്കുകയാണ്. ഇലയിലുള്ള ഇടിയപ്പം ഇല്ലേ, അട ഇടിയപ്പം. അപ്പോൾ അതിന് സാധാരണ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഇല്ലേ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കുന് ട്രെയിനൊന്നും കിട്ടിയില്ല, അപ്പോൾ ബസ്സിലാണ് വരുന്നത്. ഒരു 10 മണിയൊക്കെ ആവും എത്താനായിട്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ബാക്കി എല്ലാ പരിപാടികളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ്റെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അച്ചാർ. എപ്പോഴും വരുമ്പോൾ പറയാൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവുകളൊക്കെ കാണണമെങ്കിൽ. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കു എത്തിയിട്ടില്ല. ഇതിപ്പോൾ ശരിക്കും 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിലെ എല്ലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് ബാക്കി ഫ്ലഷ് മാത്രമാണ് ഒരു അച്ചാറിന് എടുക്കുന്നത്. അപ്പോൾ ആ മുറിച്ച് മാറ്റിയ എല്ലുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ വെച്ചൊരു കൊച്ചു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് അതും കൂടെ നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കഴിയുമ്പോൾ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഒക്കെ അറിയാനായിട്ടുള്ള ലിങ്കാണ്. അപ്പോൾ അതൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും നല്ലപോലെ ഇട്ട് കൊടുക്കാം. അതിലും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അത് നമ്മൾ തുറന്ന് വെച്ച് ആ ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നവരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇട്ടേക്കണം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ബാക്കിയൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ, കുറച്ച് മാത്രം മതി. നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിലങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ ഇതാ ചിക്കു ലാൻഡ് ചെയ്തിട്ടുണ്ട്. വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈയും കാലും ഒക്കെ കഴുകി പെട്ടെന്ന് തന്നെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി വേഗം ചിക്കൻ അച്ചാർ ഉണ്ടാക്കട്ടെ. അതിനുവേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. എണ്ണ ചൂടാകുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത അച്ചാറുണ്ടാക്കാൻ വേണ്ടി ആദ്യം മാറ്റി വെച്ചില്ലേ, ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2-3 സെറ്റായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ശാലോ ഫ്രൈ ചെയ്യരുത്, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. കാരണം അത് നന്നായിട്ട് മുരിഞ്ഞ് വരേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി ചേർത്താൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉച്ചത്തേക്കുള്ള തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് തോരൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി ചിക്കൻ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു 4 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഈ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വിനീഗറിൽ കുതിർത്ത് വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് അന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനീഗർ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് മതി. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 പച്ചമുളക് മുറിച്ചതിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇതിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്.
അതും വെള്ളമൊക്കെ നന്നായിട്ട് പോയി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വെക്കണ്ട, കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നല്ല മണമാട്ടോ, ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണിത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റിൻ്റെയും ഒക്കെ ഉള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് എണ്ണയ്ക്കകത്തോട്ടല്ലേ ഇടുന്നത്, അപ്പം എണ്ണയിൽ തന്നെ പെട്ടെന്ന് മൂത്ത് വരും. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇടാവുള്ളൂ. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും എണ്ണയല്ലേ, അപ്പം പെട്ടെന്ന് മൂത്ത് വരും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസമായിരിക്കും. അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അത് മതി. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫായി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചാറ് കഴിക്കാനായിട്ട്. അത് പക്ഷേ ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കാവും കേട്ടോ, കുറുകി വരും നന്നായിട്ട്. തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്രൈ. അതാണ് ഇവിടെ 2 പേർക്ക്, അച്ഛനും മോൾക്കും ഇഷ്ടം. എനിക്ക് പക്ഷേ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തതാണ് ഇഷ്ടം, പക്ഷേ അവർക്ക് 2 പേർക്കും ഇതാണ് ഇഷ്ടം. വറ്റി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തങ്ങ് എടുക്കും. കുറച്ച് നല്ലപോലെ കറിവേപ്പിലയും അങ്ങ് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാട്ടോ ഇത്. സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ്. കറികളൊക്കെ കുറേശ്ശെ വെച്ചിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ നാളെ രാവിലെ തന്നെ നാട്ടിലേക്ക് പോവുകയാണ്. അച്ചാറാകുമ്പോൾ പക്ഷേ കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ അതൊരു പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് തിരിച്ചു. അപ്പോൾ അത് ഞങ്ങൾ കോഴിക്കോട് എത്തി. അമ്മയുടെ അടുത്താണ് കേട്ടോ ആദ്യം പോകുന്ന. 2 ദിവസം ഇവിടെ നിന്നിട്ട് സൈത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കോഴിക്കോട് മീൻചന്തയാണ് അമ്മയുടെ ഫ്ലാറ്റ്. 3 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇമ്മും സൈത്തേട്ടനും കൂടെ ഇരുന്ന് ചെസ്സ് കളിക്കുകയാണ്. 2 പേരും ബുദ്ധിജീവികൾ ഇരുന്ന് ചെസ്സ് കളിക്കുന്നു. ഇമ്മു എൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഇമ്മുൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ് കേട്ടോ, വരയ്ക്കൽ തന്നെയാണ്. ഫുൾ ടൈം ഇരുന്ന് വരയ്ക്കലായിരിക്കും. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്താണ് ഞങ്ങൾ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത സമയം മുഴുവൻ ഇരുന്ന് വരയ്ക്കലാണ്. ഇമ്മുന് ഈ അടുത്ത് ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിക്കാസോ നടത്തിയ ആർട്ട് കോൺടെസ്റ്റിൽ ഒരു ഡയമണ്ട് ആർട്ടിസ്റ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഞങ്ങൾ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങളിനൊരു ഫിലിമിനൊക്കെ പോയി. PS1 കാണാനായിട്ട് പോയിരുന്നു. അമ്മ വന്നില്ല കേട്ടോ, അമ്മയ്ക്ക് വന്നിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഫിലിമൊന്നും കാണാനായിട്ടും തിയേറ്ററിലൊന്നും പോകാറില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ നേരെ സൈത്തേട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സൈത്തേട്ടൻ്റെ വീട്. ഒരുപാട് പഴക്കമുള്ള ഒരു പഴയ തറവാടാണ്. മുമ്പത്തെ വ്ളോഗുകളൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, എന്നാലും ആ പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വടകരയാണ് സ്ഥലം. വടകര ചോമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ സൈത്തേട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത്. വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് കടലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ബീച്ചിൽ വരും. നല്ല ബീച്ചാണ്, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വൈകുന്നേരം വന്ന് കുട്ടികളെല്ലാവരും കളിയാണ് വെള്ളത്തിൽ. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ഞങ്ങളിവിടെ കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം അതാ ചിക്കുവും അനിയൻ്റെ മോള് സാത്വിക അവർ പറമ്പ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ചിക്കുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം. നമുക്ക് തിരുവനന്തപുരത്ത് അങ്ങനെ പറമ്പൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴാണ് അവള് ഇങ്ങനെ പറമ്പ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിലാണ് ഈ മോളുടെ കളി സാധനങ്ങൾ മുഴുവൻ നിരത്തിയിട്ടിട്ടുള്ള ഒരു റൂമാണ്. കാണാൻ പറ്റില്ല, അത്രയധികം വലിച്ചു വരിയായിട്ടിരിക്കുന്നത്. പിന്നെ അറിയാമല്ലോ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നല്ലൊരു മാറ്റാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാറ്റ്. നല്ല വലിയ മാറ്റാണ്. മടക്കി നമുക്ക് ടൂറൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാം. ഇപ്പോൾ വിരിച്ചിട്ടൊക്കെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു മാറ്റാട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മാറ്റാണ്. അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം ഞങ്ങളിവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, മോന്താൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വന്നതാണ്. അപ്പോൾ അത് സ്പീഡ് ബോട്ടും ഉണ്ട്, സാധാരണ ബോട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്പീഡ് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഞാനിതൊരിക്കലും കയറിയില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ്, എന്നാലും ധൈര്യമൊക്കെ സംഭരിച്ച് കയറാമെന്ന് വിചാരിച്ചു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവർ സാധാരണ സ്പീഡ് ബോട്ടിൽ നേരെ അങ്ങ് പോകുമല്ലോ, ഇവരങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പേടിയാവും, കാരണം ഇങ്ങനെ ഇളക്കിയാണ് പോകുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ ശരിക്കും പേടിയാവും, പക്ഷെ കയറി കഴിയുമ്പോൾ കുറച്ച് അത്രയ്ക്ക് പ്രശ്നമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയ. ഒരു വലിയ ഇതൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായി. അപ്പോൾ മാഹിപ്പള്ളിയിൽ പെരുന്നാളാണ്, അപ്പം അവിടെ നല്ല അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കയറുകയാണ്. എപ്പോഴും ഞങ്ങൾ ഇതിലേ പോകുന്ന സമയത്ത് കയറുന്ന ഒരു പള്ളിയാണ്. ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പള്ളിയിൽ വരാനായിട്ട്. ഇവിടെ നിന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പരിചയപ്പെട്ടു കേട്ടോ. കുറേ നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ പെരുന്നാളിന് വന്നപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. അന്ന് എടുത്ത വീഡിയോ ആണ്. തെയ്യമൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക രസമല്ലേ. ശരിക്കും ഈ തെയ്യം കെട്ടുന്നവരെന്ന് പറയുന്നത് ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി കയറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു തെയ്യം കാണുമ്പോൾ നമുക്ക് പേടിയാവും. ചിലപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ മുകളിൽ കൂടെ നടക്കും, കിണറിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയൊക്കെ ചെയ്യും. നമുക്ക് കാണുമ്പോൾ പേടിയാവും. അപ്പോൾ ഈ തെയ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെയൊക്കെ പോയിട്ടൊക്കെ ഒന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിക്കുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചിക്കുവിൻ്റെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ചോട്ടോ. ചിക്കു അവിടെ ആകെ പേടിച്ചു പോയി. പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ പക്ഷെ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഒരാളെ വന്ന് അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം നാട്ടിലൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലത്തെ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്കാണ് തിരിച്ചു. മൊത്തത്തിൽ ഒരാഴ്ച നാട്ടിലുണ്ടായിരുന്നു. എത്ര പെട്ടെന്നൊക്കെ കടന്നു പോയതെന്നറിയില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗുരുവായൂർ കയറണം. അപ്പം അതൊന്ന് പോയിട്ട് അവിടെ ഗുരുവായൂർ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. രാത്രിയായിട്ടോ ഗുരുവായൂരെത്തിയപ്പോൾ. ഇപ്പോൾ മയൂര റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഒന്ന് കുളിച്ച് അമ്പലത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പം നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. 5:15 ആയപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിനകത്ത് കയറാനായിട്ട് 10:30 കഴിഞ്ഞു. അത്രയും സമയം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. കാരണം ഇതുവരെയ്ക്ക് ഇത്രയും തിരക്കിൽ ഗുരുവായൂർ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ കയറാനായിട്ട് ഇത്രയധികം സമയം കാത്തു നിൽക്കുന്നത്. ചിലർ ഇതിലും കൂടുതൽ സമയം കാത്തു നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും സമയമൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ദൈവം നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നതായിട്ട് തോന്നി കേട്ടോ. എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമല്ലേ ക്ഷമ എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എപ്പോഴും ഒരേപോലെ ക്ഷമ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പം എത്ര ക്ഷമയുള്ളവരായാലും ചില സമയങ്ങളിൽ ആ ഒരു ക്ഷമ കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ദൈവമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നമുക്ക് ഓരോ അവസരങ്ങൾ ഇങ്ങനെ തരും ക്ഷമ പഠിക്കാനായിട്ട്. എങ്ങോട്ടേക്കാണ് നീ ഇങ്ങനെ ഓടുന്നത്, അവിടെ നിൽക്ക് കുറച്ച് സമയം. ജീവിതത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചൊന്നും ഓടണ്ട, കുറച്ച് ക്ഷമയോടെ ജീവിക്കുക എന്ന് പറഞ്ഞു തരുന്നതായിട്ട് തോന്നി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാത്തുനിൽപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നില്ല. ഇപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ എന്നല്ല, ഈവൻ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ക്യൂവിൽ കാത്തു നിൽക്കേണ്ടിയൊക്കെ വന്നാലും ഈ ഒരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വലിയ പ്രശ്നമില്ലാവില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്നങ്ങ് വിചാരിക്കുക അല്ലേ. അതുമാത്രമല്ല കേട്ടോ, ഫോണില്ലാതെയും ജീവിക്കാമെന്നും കൂടെ കാണിച്ചു തന്നു. ഇവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഫോൺ കയ്യിൽ വെക്കാൻ പറ്റില്ല, ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. എത്രയോ കാലത്തിന് ശേഷമാണ് ഫോണില്ലാതെ ഒരു 5 മണിക്കൂർ ചിലവഴിക്കുന്നത്. ശ്വാസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഫോണൊന്നുമില്ലാതെ നീ നിൻ്റെ കൂടെ, നിൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണിത്. ഇങ്ങനെയൊക്കെ തന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഫോൺ എടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാലോ എത്ര സമയം ഫോൺ എടുക്കാതിരിക്കും. എന്തായാലും ജീവിതത്തിൽ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയ കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ 12:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ചെക്ക് ഔട്ട് ചെയ്തു.
അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ വന്നപ്പോഴാണ് ഇവർ നമ്മുടെ സബ്സ്ക്രൈബറാണ് എന്ന് പറഞ്ഞത്. രാത്രി വന്ന സമയത്ത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരുപാട് സന്തോഷമാണ് നമ്മൾ പരിചയമുള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കാണുന്നത്. നമ്മൾ ഗുരുവായൂർ നിന്നപ്പോൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് എറണാകുളത്തു നിന്ന് ഫലൂദ കഴിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം. സൈത്താട്ടിന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. സൈത്താട്ടിന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം, ഉറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറി ബെൽജിയം വേഫിൾസ് കഴിക്കുകയാണ്. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തു, കാരണം അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫലൂദ നേഷനിൽ കയറി ഒരു മിനി ഫലൂദ വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫലൂദ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. സൈത്താട്ടിന് അപ്പോഴത്തേക്കും നല്ലൊരു ഷോർട്ട് നാപ്പൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സൈത്താട്ടിന് അത്ര ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫുഡ് പാർട്ണർ എന്ന് പറയുന്നത് ചിക്കുവാണ്. ഞങ്ങൾ നല്ല ഫുഡീസാണ്. സൈത്താട്ട് നേരെ ഓപ്പോസിറ്റും. അപ്പോൾ ഇതാ രാത്രിയായി. ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടോ. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. ഏവീസ് ഫുഡ് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഡിന്നർ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഡക്ക് റോസ്റ്റും ചിക്കൻ്റെ കറിയും പിന്നെ അപ്പവും പൊറോട്ടയും വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ പൊറോട്ടയ്ക്ക് ഭയങ്കര ടേസ്റ്റായിട്ടോ. നല്ലൊരു പ്രത്യേക നാടൻ പൊറോട്ടയുടെ ടേസ്റ്റാണ്. എല്ലാം നാടൻ റെസിപ്പീസാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പോകാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റായിട്ട് തോന്നി. നല്ല വിശാലമായ ടോയ്ലറ്റും നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ഒന്ന് പറ്റും അവിടെ നിന്ന്. അപ്പോൾ ഒന്ന് ഫ്രഷായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നാളെ ചിക്കുവിന് ഹോസ്റ്റലിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളിതാ നേരെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കൊച്ചു വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഈ ഒരു വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷമ പഠിച്ച എൻ്റെ ഒരു വലിയ നന്ദി. താങ്ക് യു.